നല്ല ടഫാണല്ലോ ഈ നീറ്റ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ പോകാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സിന് വിട്ട് അമ്മയോട് ദേഷ്യമാവാൻ തുടങ്ങി. എനിക്കൊട്ടും പഠിച്ചിട്ട് ശരിയാവുന്നുമില്ല. അങ്ങനെ മൊത്തത്തിൽ കുളമായി. നമ്മളിപ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് നല്ല മാർക്കുണ്ട്. നമ്മളിപ്പോൾ ഒരു മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാക്കന്മാരായിട്ടാണല്ലോ ബ്രില്യനിൽ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഫുള്ള് രാജാക്കന്മാരാണ്. അപ്പോൾ നമ്മൾ പെട്ടുപോകുമല്ലോ. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഇനിയിപ്പോൾ എന്ത് കോഴ്സ് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ എടുക്കുമെന്നുള്ളൊരിതുണ്ടായിരുന്നു. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് മേടിച്ചതാണ്. ഞാൻ അതിന് പോകാനും വില്ലിങ് ആയിരുന്നു. കാരണം നമ്മൾ പഠിച്ച് കിട്ടുന്നതല്ലടാ. ഇപ്പോൾ നമുക്ക് MBBS അത് ഇപ്പോൾ ഒരു ചിലപ്പോൾ MBBS അല്ല എൻ്റെ ഒരു ഡെസ്റ്റിനി അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ട് ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് BAMSന് പോയി. ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ റെഗുലറായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികം വീഡിയോസിലും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. പിന്നെ എൻ്റെ റെഗുലറായിട്ടുള്ള വ്യൂവേഴ്സിനൊക്കെ ചിലപ്പം അറിയായിരിക്കും. കാരണം ഞാൻ അവിടെ ഇവിടെയും ടച്ച് ചെയ്തിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനെന്ന് പറയുന്ന ആൾ ഒരു 4-5 വട്ടം ചാടിയാണ് ഇവിടേക്ക് എത്തിയത് കേട്ടോ. ഞാൻ BSc കെമിസ്ട്രിയിൽ തുടങ്ങി. അത് ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ BAMSലേക്ക് വന്നു. അതായത് ആയുർവേദ ഡോക്ടറായിട്ട് വന്നു. അവിടുന്ന് നേരെ BDSലേക്ക് ചാടി. അവിടുന്ന് നേരെ MBBSലേക്ക് ചാടിയ ഒരാളാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേര് ശില്പ. ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഞാൻ 2020 നീറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം റിപ്പീറ്റ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് നീറ്റ് എക്സാമിനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നീറ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് MBBS കിട്ടത്തുള്ളൂ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും ബയോ ആണ് 3 സബ്ജക്റ്റ് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസ് എങ്ങനത്തെ രീതിയിലാണ്, ടഫാണോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ അമ്മയുടെ ഇഷ്ടത്തിന് ആണ് കേട്ടോ ആദ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു സമയത്ത് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പഠിക്കണം, BSc കെമിസ്ട്രി എടുക്കണം, എന്നിട്ട് കെമിസ്ട്രി ലെക്ചറർ ആവണം, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഈ നീറ്റ് എന്ന് പറയുന്ന ഒന്നും എൻ്റെ ഒരു വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളെ അല്ല. നീറ്റ് MBBS ഒന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല. ആ ഒരു സമയത്ത് എൻ്റെ ബാച്ചിലെ ഭൂരിഭാഗം കൊച്ചുങ്ങളും റിപ്പീറ്റ് ചെയ്യാൻ പോയി. എനിക്ക് ആ ഒരു സമയത്ത് 12th നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഫുൾ A+ ഉണ്ടായിരുന്നു. 98% മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കാട്ടിലും താഴെ പെർസെൻറ്റേജ് ഉള്ള ആളുകളൊക്കെ റിപ്പീറ്റിന് പോയപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം അമ്മയുടെ മനസ്സിൽ അതൊരു ആഗ്രഹമായിട്ടുണ്ട്, ഒരു ഡോക്ടർ ആവുക എന്നുള്ളത്. അതായത് എന്നെ ഒരു ഡോക്ടർ ആക്കുക എന്നുള്ളത് അമ്മയുടെ മനസ്സിലൊരു ആഗ്രഹമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറേ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരിത് തോന്നി. എന്നാൽ പിന്നെ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കിയാലോ. അങ്ങനെ ഒരു ഹാഫ് മനസ്സോടെയും ഹാഫ് മനസ്സില്ലാതെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല ടഫാണല്ലോ ഈ നീറ്റ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ പോകാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സിന് വിട്ട് അമ്മയോട് ദേഷ്യമാവാൻ തുടങ്ങി. എനിക്കൊട്ടും പഠിച്ചിട്ട് ശരിയാവുന്നുമില്ല. അങ്ങനെ മൊത്തത്തിൽ കുളമായി. നമ്മളിപ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് നല്ല മാർക്കുണ്ട്. നമ്മളിപ്പോൾ ഒരു മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാക്കന്മാരായിട്ടാണല്ലോ ബ്രില്യനിൽ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഫുള്ള് രാജാക്കന്മാരാണ്. അപ്പോൾ നമ്മൾ പെട്ടുപോകുമല്ലോ. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ സമയത്ത് കോവിഡ് വന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളായി. വീട്ടിൽ വന്നു. 2-3 വട്ടം എക്സാം മാറ്റി വെച്ചു. 2 വട്ടം എക്സാം മാറ്റി വെച്ചു. 3ാമത്തെ വട്ടം എക്സാം മാറ്റി വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ വിചാരിച്ച പോലെ നല്ലതായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ആദ്യത്തെ നീറ്റ് എഴുതിയപ്പോൾ ഉള്ളൊരു സ്കോർ അത്ര സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. അപ്പം അങ്ങനെ എന്തായാലും മനസ്സും എടുത്തിട്ട് വീണ്ടും ഞാൻ BSc കെമിസ്ട്രിക്ക് തന്നെ പോയി ജോയിൻ ചെയ്തു. കാരണം അമ്മയ്ക്കും വലിയ ആ ഒരു വീണ്ടും എന്നെ കൊണ്ടൊരു റിപ്പീറ്റ് ചെയ്യാൻ പറയാനായിട്ടൊരു മൈൻഡ് സെറ്റ് അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല. അമ്മ അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് തന്നെ വിട്ടു. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാച്ച്മേറ്റ്സ് ഫുള്ള് എൻ്റെ ജൂനിയേഴ്സ് ആയിരുന്നു. അതായത് എനിക്ക് ചവറ ഗവൺമെൻറ് കോളേജിലാണ് കേട്ടോ BSc കെമിസ്ട്രിക്ക് അഡ്മിഷൻ കിട്ടിയത്. കാരണം കെമിസ്ട്രിക്ക് ആകെ 3 മാർക്ക് എനിക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ മൊത്തത്തിൽ. അപ്പോൾ മാർക്ക് ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടി. അപ്പോൾ എൻ്റെ സ്കൂളിൽ, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എൻ്റെ ജൂനിയേഴ്സായിട്ട് പഠിച്ച കൊച്ചുങ്ങളായിരുന്നു എൻ്റെ ബാച്ച്മേറ്റ്സ് ആയിട്ട് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു പഠിക്കുന്ന ഇമേജൊക്കെ സ്കൂളിലുള്ള സ്ഥിതിക്ക് പിള്ളേർ ചോദിക്കുമല്ലോ, അയ്യോ ചേച്ചിക്ക് എന്താ കിട്ടിയില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെയും അയ്യോ എനിക്ക് കിട്ടുമായിരുന്നോ അങ്ങനൊരു തോട്ട് വരുമല്ലോ. അങ്ങനെ എനിക്ക് ആ ഒരു തോട്ട് വന്നു, എന്താ എനിക്ക് കിട്ടാൻ, ഞാൻ ഇപ്പോൾ ഉഴപ്പിയത് കൊണ്ടാണോ കിട്ടാത്തത്, അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ട് വന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് എന്തോ കുറേ കാരണങ്ങൾ വന്നപ്പോഴത്തേക്ക് ഞാൻ ഒന്നും കൂടെ നീറ്റ് ട്രൈ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഒരു വാശി ഉണ്ടായിരുന്നു. വീട്ടുകാരുടെ ഒരു 5 പൈസ പോലും നമ്മൾ ചിലവാക്കിയിട്ടില്ല എന്നൊരു വാശി ഉണ്ടായിരുന്നു. ആ ഒരു വാശിപ്പുറത്ത് സ്വന്തമായിട്ട് പഠിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശം തീരുമാനമായിരുന്നു. കാരണം വീട്ടിൽ സംസാരിച്ചിട്ടൊന്ന് റീറിപ്പീറ്റിന് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് സ്കോർ ചെയ്തതിലും നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജിൽ MBBS പഠിക്കാൻ പറ്റുമായിരുന്നു എന്നൊരു ചിന്ത എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസും യൂട്യൂബിലെ ഫിസിക്സ് വാലയുടെ ക്ലാസ്സസും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ച ഒരു സമയത്ത് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ September 13 നീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതിലൊരു 2 ദിവസം മുന്നേ നമ്മുടെ BSc കെമിസ്ട്രിയുടെ സെമസ്റ്റർ എക്സാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുമായിട്ടൊരു ക്ലാഷായി. ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് നീറ്റ് അത്യാവശ്യം ഒരു സമാധാനത്തോടെ പോയി എഴുതാൻ പറ്റിയത്. പിറ്റേത്തെ ദിവസം മൺഡേ ട്യൂസ്ഡേ ഒക്കെ എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ് ഉണ്ടായിരുന്നു BSc കെമിസ്ട്രിയുടെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റി. എന്തായാലും അതൊക്കെ ഒരുവിധം ഹാൻഡിൽ ചെയ്തു.
പക്ഷേ എക്സാം എഴുതിയിട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് അത്രയും വിഷമമായിരുന്നു. കാരണം ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടത്തില്ല എന്ന് എനിക്ക് എഴുതിയിട്ട് വന്നപ്പോഴേ തോന്നി. അപ്പം അങ്ങനെ ഒരു ഈച്ച എന്നെ ഇങ്ങനെ ശല്യം ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എനിക്ക് കിട്ടത്തില്ല എന്നുള്ളൊരിത് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേറെ വഴിയൊന്നുമില്ലടാ. കാരണം ഞാൻ BSc കെമിസ്ട്രി അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുവന്ന് കുളവാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം മൊത്തത്തിൽ വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അത്യാവശ്യം നല്ല രീതിയിലൊന്നും പെർഫോം ചെയ്തിട്ടല്ല ഞാൻ എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഏകദേശം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ മെൻ്റലി പ്രിപ്പയർഡായി. നീറ്റിൽ നിന്ന് എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കം ഉളച്ച് പഠിച്ച് കിട്ടുന്ന സ്കോറാണ്. അത് വെച്ച് എനിക്ക് ഇനിയിപ്പോൾ എന്ത് കിട്ടിയാലും അതിന് പോകാനായിട്ട് ഞാൻ അതായത് ഒരു സാറ്റിസ്ഫാക്ടറി എന്നല്ല, ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഇനിയിപ്പോൾ എന്ത് കോഴ്സ് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ എടുക്കും എന്നുള്ളൊരിതുണ്ടായിരുന്നു. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് മേടിച്ചതാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ആയുഷിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് കിട്ടുന്നത് ഗവൺമെൻറ് ആയുർവേദ കോളേജ് ട്രിവാൻഡ്രത്ത് BAMS ആണ്. അതായത് ആയുർവേദ ഡോക്ടറായിട്ടാണ് എനിക്ക് ആദ്യം കിട്ടുന്നത്. അപ്പോൾ ഞാൻ അതിന് പോകാനും വില്ലിങ് ആയിരുന്നു. കാരണം നമ്മൾ പഠിച്ച് കിട്ടുന്നതല്ലടാ. അപ്പോൾ നമുക്ക് MBBS അത് ഇപ്പോൾ ചിലപ്പോൾ MBBS അല്ല എൻ്റെ ഒരു ഡെസ്റ്റിനി അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ട് ഞാൻ മെൻ്റലി പ്രിപ്പയർഡായിട്ട് BAMSന് പോയി. BAMS കേരളത്തിലെ അടുത്ത അലോട്ട്മെൻറ്റിൽ എനിക്ക് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് കോട്ടയത്ത് BDS കിട്ടി കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ സന്തോഷമായി. കാരണം ആയുർവേദം എന്ന് പറയുമ്പോഴത്തേക്കും അലോപ്പതി മെഡിസിൻസ് അല്ലല്ലോ, BDS എന്ന് പറയുമ്പോഴത്തേക്ക് അലോപ്പതി മെഡിസിൻസ് ആണല്ലോ. അപ്പോൾ ഇത്രയും കൂടെ സ്കോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉള്ളൊരു തോന്നലിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. മാത്രമല്ല കോട്ടയത്ത് ചെന്നപ്പോഴത്തേക്ക് ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടടാ. ഇപ്പോഴും ഞാൻ പറയുന്നത് ഞങ്ങളുടെ കോളേജിനെക്കാട്ടിലും ഒത്തിരി പ്രോഗ്രാംസ് കോട്ടയത്തുണ്ട്. അത്യാവശ്യം എല്ലാ ദിവസവും അവരിങ്ങനെ പ്രോഗ്രാംസും ഭയങ്കര രസമാണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ 40 സ്റ്റുഡൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് അറിയാമല്ലോ, ഒരു 100-150 സ്റ്റുഡൻസ് കാണും. അപ്പോൾ അവിടെ ഒരു 40 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ നീറ്റ് സ്റ്റോറി പറയാനായിട്ടല്ല കേട്ടോ ഉദ്ദേശിച്ചത്. കാരണം എൻ്റെ നീറ്റ് സ്റ്റോറിയൊക്കെ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഡിപ്രസ്ഡ് ആയിട്ട് കുറേ കൊച്ചുങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് വേറൊരു കോഴ്സ് എടുത്ത് പോകാൻ പറ്റാതെ അത്രയും മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്ന കുറേ കൊച്ചുങ്ങളുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നീറ്റിൻ്റെ താഴെയുള്ള കോഴ്സുകളുണ്ടല്ലോ, BDS, BAMS, BHMS, വെറ്റിനറി, ഇതൊക്കെയും MBBSന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട് അത് ജസ്റ്റ് മിസ്സായി പോകുന്ന കൊച്ചുങ്ങൾ എടുക്കുന്ന കോഴ്സുകൾ തന്നെയല്ലേ. അതിനകത്തിലെല്ലാം പഠിക്കുന്നത് നിങ്ങളുടെ ഇതേ മൈൻഡ് സെറ്റുള്ള കൊച്ചുങ്ങൾ തന്നെയാണ്. നമുക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഒന്നും കൂടെ എഴുതിയെടുക്കാൻ പറ്റും എന്നുള്ള അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റിപ്പീറ്റിന് പോവുക. അല്ലെങ്കിൽ ഈ ഒരു കോഴ്സുകളൊന്നും മോശമല്ലടാ. ഇപ്പോൾ BDS ആണെങ്കിലും ഡോക്ടർ തന്നെയല്ലേ, BHMS ആണെങ്കിലും ഡോക്ടർ തന്നെയല്ലേ, BAMS ആണെങ്കിലും ഡോക്ടർ തന്നെയല്ലേ. ഇതൊക്കെ ഗസറ്റഡ് റാങ്കിലുള്ള പ്രൊഫഷൻ തന്നെയല്ലേ. അതായത് ഇതിനെല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സ്കോപ്പും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ BDS ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അലോപ്പതി മെഡിസിൻസ് തന്നെയാണ്. ഞാനിതിപ്പോൾ നിങ്ങളെ ഫോഴ്സ് ചെയ്ത് പറയുകയല്ല, ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, BDSന് പോകാനായിട്ടാണെങ്കിലും ഞാൻ അത്രയും എനിക്ക് എന്തെങ്കിലും ഇതിനകത്ത് നിന്ന് കിട്ടണം, എനിക്ക് പോകണം, അങ്ങനത്തെ ഒരു ആഗ്രഹമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ MBBS ശരിക്കും ആഗ്രഹിച്ച് തന്നെ പഠിച്ചതാണ്. പക്ഷേ വേറെ എന്ത് ചെയ്യാനാണ്, കാരണം ഒന്നും കൂടെ ഒരു ഡ്രോപ്പ് എടുക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എന്നെക്കൊണ്ട് എത്ര എഫേർട്ട് ഇടാൻ പറ്റുമോ അത്രയും എഫേർട്ട് ഇട്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം നമുക്ക് നീറ്റിനൊരു നല്ല സ്കോർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരു നല്ല ഡോക്ടർ ആവത്തില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്കതൊരു എൻട്രി എക്സാം മാത്രമാണ്. നമ്മളുടെ ഒരു ലക്കും നമ്മളുടെ ആ ഒരു പല കാര്യങ്ങൾ ഇതിനകത്തിൽ ഒരു ഫാക്ടറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പം BDS ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്കോപ്പുള്ള കോഴ്സാണ്, വെറ്റിനറി ആണെങ്കിലും നല്ല സ്കോപ്പുള്ള കോഴ്സാണ്. നിങ്ങൾ അതൊക്കെ എടുത്ത് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ഒരു തോന്നലാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. ഈ പഠിക്കുന്ന കൊച്ചുങ്ങളെല്ലാം അങ്ങനെ തന്നെ വരുന്നതല്ലേടാ. എൻ്റെ BDSൻ്റെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൾ ഒന്നും കൂടെ MBBS എഴുതാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് BDS ഡ്രോപ്പ് ചെയ്ത് MBBS എടുക്കാനായിട്ട് ഒരു പ്ലാൻ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അവൾ ആ ഒരു കോഴ്സ് പോകെ അവൾ അതുമായിട്ട് നല്ല രീതിയിൽ അഡാപ്റ്റഡ് ആയി. കാരണം അവൾക്ക് മനസ്സിലായി ഇതും അത്ര മോശമൊന്നുമല്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു MBBS ഡോക്ടർ പഠിക്കുന്ന പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ BDSൽ പഠിക്കുന്നുണ്ട്. ഒരു MBBS ഡോക്ടറിൻ്റെ കൂട്ടുള്ള റിസ്ക്കോ കാര്യങ്ങളോ ഇല്ല. അത്യാവശ്യം ശാന്തമായിട്ടുള്ളൊരു ലൈഫാണ്. 5.5 വർഷം കോളേജ് ലൈഫാണ്. ഇതുപോലൊക്കെ തന്നെ നല്ല കോഴ്സാണ്, നല്ല സ്കോപ്പുള്ള കോഴ്സാണ്. ഒരു MBBS ഡോക്ടറെക്കാട്ടിൽ ഏൺ ചെയ്യുന്ന BDS ഡോക്ടർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നമുക്ക് ഇതിനകത്തിൽ ഏത് കോഴ്സ് കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ എഫേർട്ട് കൊണ്ട് കിട്ടുന്നതാടാ. നമ്മൾ അത്രയും പഠിച്ചിട്ട് നമുക്ക് കിട്ടുന്നൊരു കോഴ്സാണ്, ഒന്നും മോശമൊന്നുമല്ല. അപ്പോൾ ആ ഒരു കാര്യം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ സെൽഫ് ഫിനാൻസിങ്ങിൽ BDS നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു പ്രോപ്പറായിട്ട് ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രൂപ്പ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് നോക്കുക. പിന്നെ ചില സെൽഫ് ഫിനാൻസ് കോളേജിൽ ഒരു 30,000 മുതൽ 70,000 വരെ സ്കോളർഷിപ്പ് കിട്ടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ആവുക. ബാക്കി കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ടാറ്റാ.